എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹെന്ന. ഞാനിതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ യൂട്യൂബിലത്. ഞാൻ ഖത്തറിലാണ്. ഖത്തറിലെ ഒരു മലയാളിയാണ്. ഞാനിവിടെ ചെറിയതായിട്ട് ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ആൾ നാട്ടിലാണ്. അപ്പോൾ അവളാണ് മെയിൻ കേട്ടോ. അപ്പോൾ അവളില്ലാണ്ട് ഫസ്റ്റ് ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു ഡെക്കറേഷനാണ്. അപ്പോൾ എനിക്കിതൊന്ന് റെക്കോർഡ് ചെയ്യണം, വ്ളോഗായിട്ട് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് എടുത്തത്. പക്ഷേ ഇതിൻ്റെ ശേഷം ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര ക്ലീൻ ആൻഡ് വൃത്തിക്ക് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീമിലാണ് നമുക്ക് ബർത്ത്ഡേ വരുന്നത്. ബേബി പിങ്ക് ആൻഡ് ബേബി ബ്ലൂ ആണ്. പിന്നെ ഞാൻ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പീക്കോക്ക് ബ്ലൂ കളറ് ബട്ടർഫ്ലൈസൊക്കെ കൂടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് ഈ ഫസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗിലിപ്പോൾ റിങ്, കർട്ടന്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വുഡൻ സ്റ്റാൻഡ്, പിന്നെ ബലൂൺസൊക്കെ കൂടെ ഞാനൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ബലൂൺസ് എനിക്ക് കിട്ടിയില്ല. പിന്നെ അങ്ങനെ കുറേ ടെൻഷൻസ് അന്ന് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് കുറേയൊക്കെ ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം, പിന്നെ ഇത് വ്ളോഗായിട്ട് യൂട്യൂബിൽ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്നാണെങ്കിലും എൻ്റെ മോനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഹസ്ബൻഡാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ആൾ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. പിന്നെ എൻ്റെ മോനും ഉണ്ടായിരുന്നു. മോന് 2.5 വയസ്സുള്ളൊരു മോനുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞു ബലൂൺസൊക്കെ തലേന്ന് തന്നെ ബലൂൺസൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റയ്ക്ക് അവിടെ നിന്ന് എല്ലാം കൂടെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ഞാൻ കുറച്ച് ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ ബലൂൺസൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു ഗോൾഡനും ലൈറ്റ് ബ്ലൂവും പിങ്കും, പിന്നെ ഇത് വാവൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളറാണ് ആ പീക്കോക്ക് ബ്ലൂ. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് നോട്ട്ബുക്കിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഇക്കയും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് പോയത്. ഞാനും ഇക്കയും മോനും കൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് നോട്ട്ബുക്ക്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഹാളും ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതായിരുന്നു ഹാള്. അത്യാവശ്യം കേട്ടനൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും സെറ്റ് ചെയ്യേണ്ട വന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൽ മോനെയും കൊണ്ടുവന്ന് മോനെ യൂറിൻ പാസ് ചെയ്യിക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് വീണു. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് തന്നത് ഇക്കയാണ്. പിന്നെ വാവൻ്റെ ഒരു ഫോട്ടോ ബാനർ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ മിക്കവാറും സാധനങ്ങളൊക്കെ അവർ തരുക ചെയ്തത്. ഞങ്ങൾ ജസ്റ്റ് ബലൂൺ ഡെക്കറേഷൻ മാത്രമേ ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്ക എന്നെ സഹായിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ സമയത്ത് എനിക്ക് കുറേ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കിട്ടിയ കുറച്ച് വീഡിയോസൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നൊന്നും തീരെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്കും ഇക്കാക്കും ടെൻഷനായിരുന്നു ഇതെന്താവും എന്നുള്ളത്. കാരണം വീഴുകയും കൂടെ ചെയ്തപ്പോൾ കൂടുതൽ ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബലൂണൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് അറേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ അപ്പോൾ വീണത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷനുമായി. പിന്നെ അവർ വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് എൻ്റെ വർക്കൊക്കെ ഞാൻ അപ്പോൾ ഈ ടെൻഷൻ കാരണമാണോന്ന് അറിയില്ല, ഞാൻ വേദന ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ കാലിൻ്റെ അവസ്ഥ. എനിക്ക് എൻ്റെ കാലിൻ്റെത് ഒരു ചതവുണ്ടായിരുന്നു ആ വീഴ്ചയിൽ. അന്ന് ഞാനത്ര അറിഞ്ഞില്ല വേദനയൊന്നും. പിറ്റേന്നാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഇങ്ങനെ കാലിന് ചെറുങ്ങനെ ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഞാനത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് വീഡിയോ ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യണ പോലെ എനിക്കൊന്ന് എടുത്തു തന്നതാണ് കേട്ടോ. എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് വെക്കണ പോലെ അഭിനയിക്കും കേട്ടോ ഇത്. അപ്പോഴത്തേക്ക് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഫൈനൽ ലുക്കൊന്ന് കണ്ടാലോ. ഇതാണ്
നമ്മുടെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്കും അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഇതെൻ്റെ ഫസ്റ്റ് വർക്കാണല്ലോ ഒറ്റയ്ക്ക് ചെയ്തത്. അപ്പോൾ ഞാനും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ ബലൂൺ മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത്. ബാക്കി കുഞ്ഞിൻ്റെ ഫോട്ടോസ്, കട്ടൗട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ തരുക ചെയ്തത്. ആ ബാക്കിലിരിക്കുന്ന ആ ബാക്ക് ഡ്രോപ്പ് ഒക്കെ അവർ തരുക ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പം ഞാൻ ഇതിൻ്റെ അവസാനം കുറച്ച് ഫോട്ടോസും കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ ഡെക്കറേഷൻ്റെ.